ബെഡ്റൂമിലേക്ക് പോവാം. മൂന്ന് ക്യാബിൻ നല്ല ഇത് കാണിച്ചു കൊടുത്തടാ. നല്ല അയ്യോ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ ഉണ്ട്, ലോക്കർ ഉണ്ട്, ബാത്റൂം, സെക്കൻഡ് ബെഡ്റൂം. അത് സെയിം തന്നെയാണ് ഇവിടെയും സെയിം വാട്ട്റൂബ്, ഫുൾ ലെങ്ത് മിറർ, പിന്നെ ബാൽക്കണി ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട് കേട്ടോ, ഡ്രോയറോടുകൂടി തന്നെ. ഒരു ലൈവ് പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാം നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇത്. ആക്ച്വലി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഒരു 3 ദിവസം സ്റ്റേ ചെയ്യാൻ വന്ന ഇടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചു പോകാൻ വിട്ടുപോയ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ദാ കാണുന്നതാണ് കേട്ടോ, ഡൈനിങ്ങിന് നേരെ ഓപ്പോസിറ്റിലായിട്ട് കാണുന്നതാണ്. മോനിരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതാ ഈ ബാൽക്കണി ഞാൻ രാത്രി കാണിക്കാൻ വിട്ടുപോയിരുന്നു. അപ്പം ഇതാണ്. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള മെഷീൻ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കി ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട് കേട്ടോ. പിന്നെ പുതിയ മോഡലിലുള്ള ഒരു ഇത് കണ്ടോ, ഈ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഈ അഴ കണ്ടോ, ഇത് നമുക്ക് താഴ്ത്തി വെച്ചിട്ട് തുണിയൊക്കെ വിരിച്ച് മുകളിലേക്ക് നമ്മൾ പതാക ഉയർത്തുന്ന പോലെ ഉയർത്തി കെട്ടി വയ്ക്കാൻ പറ്റും. ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു അഴ 4 എണ്ണം ഉണ്ട് കേട്ടോ, അങ്ങനെ താഴെയുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു ഫാമിലിക്ക് വന്ന് സെറ്റായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കംഫർട്ടബിളായിട്ടുള്ളൊരു ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കിവിടെ. അപ്പം അതാണ് നമ്മുടെ ഹോം ടൂർ. വൈകിട്ട് ശംഖുമുഖം ബീച്ച് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. അപ്പം നമ്മൾ ഇന്ന് ഒരു ബീച്ചിലേക്ക് പോകാം കേട്ടോ. തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് ഇപ്പോഴും. ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും ഉണ്ട്, സെറ്റ് എല്ലാവരും ഉണ്ട്. ഒരു ഹായ് പറഞ്ഞേ ചംച്ചു, ഒരു ഹായ്, ഒരു ഹായ് പറഞ്ഞു. തിരിഞ്ഞ അപ്പൊ ഇന്ന് ചംച്ചുവിൻ്റെ ഹായ് ഇല്ല. അപ്പം നമുക്കിന്ന് ബീച്ചിലേക്ക് പോകാം കേട്ടോ. ജസ്റ്റ് ഒരു കറക്കം എല്ലാവരും കൂടെ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ചമച്ച് വഴക്കിട്ട് ഐറിനിട്ടാണോ ഐറിനൊന്നോ വരുമല്ലേ? ഒരു ഹായ് പറഞ്ഞൊരു ചമച്ചു കോലിട്ടേക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ട്, അതാണ്. കണ്ണുറക്കത്തിന്റെ കുറഞ്ഞാളും പരിപാടിയില്ല. അയ്യോ, കണ്ണടച്ച കണ്ടിട്ട് പിന്നെ നമുക്ക് കാണാനും അറിയില്ലല്ലോ എപ്പോഴാണ് കണ്ടിട്ട് തന്നെ അറിയില്ലല്ലോ. അത് കഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും കണ്ണില് തുണിയിട്ട് കെട്ടിട്ടോണ്ടാ കിടക്ക്. അയ്യോ, അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി കേട്ടോ, ബീച്ചിലേക്ക് എത്തി. നമുക്ക് പോവാം. ആ ചംച്ചു നടക്കാൻ തുടങ്ങിയല്ലോ. അടിപൊളി കുട്ടി, നല്ല കുട്ടി, നല്ല കുട്ടി. ഹായ് പറഞ്ഞോ, ഹായ് ഹായ് പറ. മോശം ഉണ്ടല്ലെങ്കിലേ ഒരു ഹായ് പറഞ്ഞോ. ഹായ് ചംച്ചുന്റെ ഹായ്. ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ ശംഖുമുഖം ബീച്ചിലേക്ക്. ഗെയിം സോണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിപ്പോ ശംഖുമുഖം ബീച്ചിന്റെ അവിടെ നിന്ന്
ജസ്റ്റ് എൻട്രി ചെയ്തോ. ഇവിടെ ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു ഡെമോ പോലെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്താണെങ്കിലും ഒന്ന് നോക്കിട്ട് വരാം. വാ, ഇതൊരു ഒറിജിനൽ ഹെലികോപ്റ്റർ. ഫോട്ടോഗ്രാഫ് ടു ബി ടേക്കൻ ഫ്രം എ ഡിസ്റ്റൻസ്. Paid due respect to the helicopter since it is a war vintage machine. ഇതൊരു വാർ വിൻറ്റേജ് മെഷീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഡെമോ ചെയ്തേക്കുന്നത്. ഭാരതീയ വായുസേന. ഇത് 45 years ഓൾഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇരിക്കുന്നത്. മെർമെയ്ഡിന്റെ സ്റ്റാച്ചു സ്റ്റോണിലാണോ കോൺക്രീറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തിലാണെന്ന് മനസ്സിലാവണില്ല. ഇതല്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത പോലെ അല്ലേ കൂട്ടി ചെയ്തേക്കണം? കല്ലല്ലല്ലോ, കോൺക്രീറ്റ് കൂട്ടിയ പോലെ അല്ലേ? കല്ലല്ല. ഞങ്ങളിവിടെ കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. ഈ ബീച്ചിന് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ മേലേക്ക് കയറി പോകാൻ, ഒരു കുന്നിൻ്റെ മേളിൽ കയറി എത്തിയ പോലത്തെ ഒരു പ്രതീതിയായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അതാ കണ്ട് എന്തും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണെന്ന് നോക്കിക്കുക. ബീച്ചിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കാൻ പറ്റുന്ന ഒരു വ്യൂ, ആ ഒരു ആംഗിൾ നമുക്ക് ഇത് ഈ ബീച്ചിലുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചി ബീച്ചിലൊന്നും ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ബീച്ച് കാണാൻ പറ്റില്ല. ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ. നല്ല കാറ്റും തണുപ്പും ഈ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ നിറയെ കച്ചവടങ്ങളും ഫുഡ് അടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ ബീച്ചിന്. ഞാൻ വിചാരിച്ച ഒന്നുമില്ല, ഷോഗാണെന്നൊക്കെയാണ് അറിഞ്ഞത്. അങ്ങനെയല്ല, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കച്ചവടക്കാരുടെ ബഹളം. എന്താണ് കളിക്കാൻ? ഇവൾക്കാണോ? ഇവൾക്ക് വേണ്ടിയാണ് അത് അടുപ്പിച്ചേക്കുന്നത്. മനസ്സിലായി. ആ ഇപ്പൊ കളിക്കാം, കുഴപ്പമില്ല. എന്തായാലും എടുത്തല്ലേ, അപ്പൊ ആ പേരിനൊന്ന് കളിക്കാം. കുതിര സവാരിയൊക്കെ ഉണ്ട്. രൂപ എത്രയാണ് ഒരാൾക്ക് കയറാൻ റൈഡ്? എത്ര പോവും? ആ 100 രൂപയാണ് ഒരാൾക്ക്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കയറിയാല്? ഓ, രണ്ടുപേർക്ക് ഒരുമിച്ച് കയറാം, പക്ഷെ അപ്പൊ 200 ആണ്. ചുവന്ന മണ്ണ് ഇവിടെ. സമാധാനമായി, സ്വസ്ഥമായി, സ്വസ്ഥം. അടിപൊളി. നല്ല ഐസ് വെള്ളം, നല്ലൊരു സുഖമുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ. കാലിട്ട് ടച്ച് ചെയ്യുമ്പോ. ഇവിടെ നീ ഇത്ര നേരം ബസ്സിലടിക്കണം? 6 ആയോ? ഇവിടുത്തെ മണ്ണ് ഉണ്ടാടാ, ചുമന്ന മണ്ണ്. അതുപോലെ വെള്ളം അതുകൊണ്ട് തന്നെ നല്ല ചുവപ്പ് കളറാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ചുവപ്പ് കളറുണ്ടോ വെള്ളത്തിന്റെ അവിടെ? ഗാർഡ് വന്നിട്ടേ എല്ലാവരെയും തിരിച്ചു കയറ്റാണ് കേട്ടോ. സമയമായി തോന്നുന്നു, സൺസെറ്റ് ടൈമായി. അപ്പൊ ഇറക്കാൻ സമ്മതിക്കണില്ല ഇപ്പൊ ആര്. കൊള്ളാല. നീ എത്ര നിറച്ചാലും നിറയില്ലടാ. വലിയ തിരയല്ലേ വന്നെ? ഭയങ്കര വലിയ തിര വന്നത്. ആ അത്രയുണ്ടല്ലേ. എന്താണിത്? മണ്ണ്. അയ്യോ, സാധനമൊക്കെ എടുത്തോ, പോവും. മോനെ അത് പെറുക്കിയെടുത്തോടാ, പെറുക്കിയെടുത്തോ, പോവും. കൊച്ചിനെ പിടിച്ച് പൊക്കിയത് അല്ലേ? ചമച്ചു അറിഞ്ഞിട്ടേ ഇല്ല. ചമച്ച് തിരിഞ്ഞിരിക്കണോണ്ട് ഒന്നും അറിഞ്ഞില്ല. സംഭവിച്ചൊന്നും അറിഞ്ഞിട്ടില്ല അവള്. ഇവിടെ വരെ നമ്മൾ നിക്കടത്തോട്ട് ആക്രമിക്കണല്ല. നോക്കി,
നമ്മളിവിടെ നിന്ന് ഇവിടം വരെ എത്തിയ സംഭവം. നല്ല ഉഗ്രം തരയാട്ടോ വരണം. നല്ലൊരു വലിയ തര ഇപ്പൊ വന്നായിരുന്നു. ഇതാ മൊത്തത്തിൽ നനച്ചെടുത്തായിരുന്നു എല്ലാവരും. മുടിയുടെ കോലമൊക്കെ പോയി ഇവിടെ വന്നപ്പോ. ഇവിടെ നമുക്ക് ഓൾഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ, ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റിൽ കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസ് പോലെ ആണ് എന്ന് തോന്നണ്, അറിയില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ബീച്ചിനുമായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ കുറെ ചെറിയ കിച്ചണുകൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഫുഡൊക്കെ അടിക്കാൻ ഏകദേശം ഒരു കോഴിക്കോട് ബീച്ചിന്റെ ഒക്കെ ഒരു ചെറുതായിട്ടുണ്ട്. നല്ല ചുവന്ന മണ്ണുള്ള ബീച്ച്. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് ബീച്ചിൽ വരണത് സത്യം പറഞ്ഞ. നല്ല ചുവന്ന കളറ് മണ്ണിനും വെള്ളത്തിനും കലങ്ങിയിട്ട്. പിന്നെ നല്ല ശക്തിയായിട്ടുള്ള തിരയാണ് കേട്ടോ അടിച്ചോണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അവര് വിസിലടിച്ചോണ്ടേയിരിക്കുകയാണ്, നിർത്തലുള്ള ഇവിടെ. അയ്യോ അയ്യോ, മുങ്ങിപ്പോയി. അയ്യോ, വലുതാണ്. കടല് ഇരുട്ടിലേക്കായി, മഴ വരാൻ പോകുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. കച്ചവടമാണ്, കച്ചവടത്തിന്റെ ഒക്കെ വൈബ് ഉണ്ട് നന്നായിട്ട്. പക്ഷെ പറഞ്ഞേക്കും സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറഞ്ഞേ ഐസ് കാൻഡി ഒക്കെ പിടിച്ചിട്ട് എല്ലാരും ലൈക്ക് ചെയ്യാൻ ബിസിയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം പോവാം. നന്നായിട്ട് ഇടി കെട്ടിയല്ലേ ഇപ്പൊ, ഇടി മിന്നിയല്ലേ. ഉഗ്രം മഴ വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോ എത്രയും വേഗം ഫ്ലാറ്റിലേക്ക്. പെയ്ത് മഴ പെയ്യണു. അയ്യോ, പണി കിട്ടി. ഷോ, വണ്ടി വിളിച്ച് പോവായിരുന്നു. മഴ സ്റ്റാർട്ടായി. മഴ സ്റ്റാർട്ട് കയറി നമ്മൾ അറിയില്ല. അപ്പൊ ഞാനപ്പോ ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.